നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന 7ാം നാളിലും കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ കോൺഗ്രസ്. അനന്തയ നീക്കത്തിന് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വഴങ്ങാതിരുന്നതോടെ തീരുമാനം എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് വിടുകയായിരുന്നു. മുഖ്യമന്ത്രി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം നേതൃത്വം തേടിയേക്കും. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലും 3 നേതാക്കളിൽ മുഖ്യനാരെന്ന ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. സോണിയാഗാന്ധിയുടെയും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ എ.കെ. ആന്റണി, വി.എം. സുധീരൻ, കെ. മുരളീധരൻ എന്നിവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാകും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. ഘടകകക്ഷികളുടെ അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം തേടും. മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ്. അതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. നല്ല തീരുമാനം ഉണ്ടാവും. നേരത്തെ ഉണ്ടാവും ഞാൻ കരുതുന്നു. അത് പറയുന്നില്ല. അല്ല, ഞങ്ങള് അതൊക്കെ അവരാണ് ഹൈക്കമാൻഡാ പറയേണ്ടത്. വേവുവോളം കാക്കാമെങ്കിൽ 6വോളം കാക്കാമെന്ന കെ. മുരളീധരൻ. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കോൺഗ്രസിലുണ്ട്. അതിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. മെറിറ്റ് അടിസ്ഥാനത്തിൽ നേതാക്കളെ പരിഗണിക്കുമെന്നാണ് സൂചന. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്നാണ് നേതാക്കൾക്കുള്ള നിർദ്ദേശം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.